നടപടിക്രമങ്ങൾ പാലിക്കാതെ കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ സഹകരണ ബാങ്ക് ഭരണസമിതി വീട് ജപ്തി ചെയ്തതായി പരാതി. കടുത്തുരുത്തി അർബൻ ബാങ്കിന്റേതാണ് നടപടി. സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസ് ഭരിക്കുന്ന കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കിന്റെ മുമ്പിലാണ് DCC അംഗം കൂടിയായിട്ടുള്ള വയോധിക മഹിളാമണിയും സഹോദരി ശാന്തമ്മയും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. മഹിളാമണിയുടെ സഹോദരി ശാന്തമ്മ 2015 അർബൻ സഹകരണ ബാങ്കിൽ നിന്നും 7 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഈ വായ്പാ തുക തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ ശാന്തമ്മ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ബാങ്ക് ഭരണസമിതിയുടെ നിലപാട്. ഇങ്ങനെ ബാങ്ക് ഭരണസമിതി പറയുമ്പോഴും ഇതേ ബാങ്ക് ഭരണസമിതി തന്നെ പല പ്രാവശ്യമായി ബാങ്ക് തുക ഉയർത്തി നൽകുകയും അതുവഴി 15 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് വായ്പയായി നൽകിയത്. എന്നാൽ ഈ തുക തിരിച്ചടച്ചില്ല എന്ന കാരണത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികാരികൾ വീട്ടിലെത്തി വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഈ മാസം 28-ാം തീയതിക്ക് മുമ്പ് പരമാവധി പണം തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂടി ബാങ്ക് ഭരണസമിതി തയ്യാറായില്ല എന്നുള്ളതാണ് മഹിളാമണിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബാങ്കിൻ്റെ മുമ്പിൽ വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഈ പ്രഷർ ഉണ്ടായിരുന്നു. അന്നേരം ഞാനത് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഉച്ച സമയമായി. അപ്പം ചേട്ടന് ചോറ് കൊടുക്കാനും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പോയത്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇപ്പോൾ വരും, ചേട്ടന് ഭക്ഷണം കൊടുത്തിട്ട് മാറിയാൽ പോരെന്ന് ചോദിച്ചു. പറ്റിയല്ല, ഇപ്പം തന്നെ മാറണമെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, ഇപ്പം തന്നെ മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ വന്നിട്ട് പോരെ പറഞ്ഞു. പറ്റി. ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ഞാനൊരു തുണി പോലും ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ വീട് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആശുപത്രിയിൽ പോയി മടങ്ങി വന്ന തൻ്റെ വസ്ത്രമോ മരുന്നുകളോ വീടിനുള്ളിൽ നിന്നും എടുക്കാൻ പോലും ബാങ്ക് അധികാരികൾ സമ്മതിച്ചില്ല എന്നും ശാന്തമ്മ വ്യക്തമാക്കുന്നു. പക്ഷേ ഇപ്പം അത് ഇത്ര ലക്ഷം രൂപ അവർ കൂട്ടി. പിന്നെ വീട്ടിലോട്ടൊരു കാർഡ് അയച്ചാൽ അതിനും അവർ 500 രൂപ എഴുതിയെടുക്കും. വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ കാറിൻ്റെ കാശ് എഴുതിയെടുക്കും. ഞങ്ങൾ എവിടുന്നാണ് കാശ് ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്നെ കൂടി ബാങ്കായി, ഞാനും കൂടി വോട്ട് ചെയ്ത്. മഹിളാമണിയും ശാന്തമ്മയും ബാങ്കിന്റെ മുമ്പിൽ വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിട്ടും ഇതിനോട് പ്രതികരിക്കാൻ ബാങ്ക് അധികാരികൾ തയ്യാറായില്ല. സംഭവം വിവാദമാക്കാനില്ല എന്നും ഇതിനോട് പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതുമാണ് ബാങ്ക് ഭരണസമിതിയുടെ നിലപാട്.